എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിഷ എന്നാണ്. ഞാനൊരു അക്യുപഞ്ചറിസ്റ്റാണ്. തോട്ടടയിൽ സോൾ ടച്ച് എന്ന സ്ഥാപനം നടത്തുന്നു. പല ആൾക്കാർക്കും അറിയില്ല എന്താണ് അക്യുപഞ്ചർ എന്നുള്ളത്. അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സാ രീതിയാണ്. നമുക്ക് ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി ഒക്കെ പോലുള്ളൊരു ചികിത്സാ രീതിയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചൊരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ മരുന്നില്ല ആ ചികിത്സയിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ മനുഷ്യരിലും ഒരു എനർജി പ്രവാഹമുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിന് ബ്ലോക്കുകളാണ് നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിട്ട് കാണിക്കുന്നത്. അത് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. ഒന്നുകിൽ നീഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വിരലിനെ കൊണ്ട് ടച്ച് ചെയ്തിട്ടോ അക്യുപഞ്ചർ പോയിന്റിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ബുദ്ധിമുട്ടുകൾ മാറുന്നത് കാണും. ഇതാണ് അക്യുപഞ്ചർ ചികിത്സാ രീതി. 2022 നവംബർ മാസം മുതലാണ് ഞാൻ ഈ ചികിത്സയിലേക്ക് വന്നത്. ആദ്യം ഞാനിത് അക്യുപഞ്ചർ ചികിത്സയിൽ വരുന്നതിന് മുന്നേ ഒരുപാട് മെഡിസിൻസ്, എനിക്ക് അസുഖം വരുമ്പോഴത്തേക്ക് ഞാൻ ഒന്നിക്കൽ പനിയൊക്കെ കൂടിയ അവസ്ഥയിലാണെങ്കിൽ അലോപ്പതി ആയിരിക്കും, പിന്നീട് വേറെ അസുഖങ്ങൾക്കാണെങ്കിൽ ആയുർവേദം കാണിക്കും, അല്ലെങ്കിൽ ഹോമിയോപ്പതി. ഇങ്ങനെ പല ചികിത്സകളാണ് ഞാനായാലും എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളായാലും സ്വീകരിച്ചു പോയത്. പക്ഷേ അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചിട്ട് എനിക്ക് ആദ്യം അത്ഭുതമായിരുന്നു. മരുന്നില്ലാണ്ട് എങ്ങനെ രോഗം മാറുമോ എന്നുള്ളൊരു അത്ഭുതമായിരുന്നു. പക്ഷേ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ എന്നെ നോക്കിയപ്പോൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ വേറെ അസുഖം കൂടുന്നതായിട്ട് കാണുന്നു. അപ്പം ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ, ഈ മരുന്ന് എന്താ എന്നെ എഫക്റ്റ് ചെയ്യാത്ത, വേറെ അസുഖമായിട്ട് വരുന്നു. അപ്പോൾ എനിക്കത് എപ്പോഴും ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈശ്വര, ഈ അസുഖമൊന്നും ഇല്ലാണ്ട് ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ BCom വരെ പഠിച്ചതാണ്. കല്യാണത്തിന് മുന്നേ ജോലിക്ക് പോയ വ്യക്തിയായിരുന്നു. പക്ഷേ എനിക്ക് കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ശാരീരിക അസ്വസ്ഥത കൂടുന്നതല്ലാണ്ട് ആ ഒരു അസുഖത്തിന് മരുന്ന് കുടിച്ചാൽ വേറെ അസുഖം വരും. ഹസ്ബൻഡിനോട് ഞാൻ ചോദിക്കും, എല്ലാവരും ജോലിക്ക് പോകുന്നില്ല, ഞാൻ ജോലിക്ക് പോയിക്കോട്ടെ, അദ്ദേഹത്തിന് കൂലിപ്പണിയാകുന്നു. അപ്പം ഞാൻ വിചാരിക്കും ഞാനും കൂടി ജോലിക്ക് പോകുമ്പോൾ ഒരു സഹായമാകുമല്ലോ എന്ന്. പക്ഷേ അദ്ദേഹം പറയും, നീ ജോലിക്ക് പോയിട്ട് എന്താ വേണ്ടേ, പിന്നെ നിൻ്റെ അസുഖത്തിന് ചികിത്സിക്കാൻ വേറെ പൈസ കാണേണ്ടി വരും, ഞാൻ അതുകൊണ്ട് നീ പോകാതിരിക്കലെന്ന് പറഞ്ഞത്. അത്രയും അസുഖങ്ങളായിരുന്നു. ഓരോന്നും ഒന്ന് മാറുമ്പോഴത്തേക്ക് വേറൊരു അസുഖമായിട്ട് ഇങ്ങനെ വരും. മിക്കപ്പോഴും ഞാൻ ചികിത്സിച്ചിരുന്നത് തികച്ചിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടായിരുന്നു. പിന്നെ 2022 വരെ എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു. വീട്ടിലത്തെ ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലായി ഞാൻ. കാരണം എനിക്ക് എണീച്ച് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. വീട്ടിലെ പണിയെടുക്കും, പോയി കിടക്കും, പിന്നെ അടുത്ത് അലക്കാൻ വേണ്ടി തുണി എടുത്തുകൊണ്ടിടും, അത് കഴിയും, വീണ്ടും പോയി കിടക്കും. ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. എന്താ എനിക്ക് ഒന്നിലും ഒരു ചികിത്സയിലും എനിക്ക് പൂർണ്ണമായിട്ട് ഇതാ അപ്പോഴത്തേക്ക് അടുത്ത അസുഖം തുടങ്ങി. എന്തോ ഒരു സംതൃപ്തി കിട്ടാത്ത പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പല കാര്യത്തിനും ചികിത്സിച്ചിട്ടും വീണ്ടും ആ ഒരു കാരണം തന്നെ പിന്നീടും വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ഇതെന്താ ഇങ്ങനെ? പിന്നെ നോക്കുമ്പോഴേക്ക് ഫാമിലിയിലും ഹസ്ബൻഡിന് വാർപ്പിൻ്റെ പണിയാണ്. അദ്ദേഹത്തിന് വലത് കൈ പൊന്താത്ത അവസ്ഥയായി. അപ്പോൾ അദ്ദേഹമൊക്കെ ചെറുപ്പം മുതലേ വാർപ്പിൻ്റെ പണിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതെന്താ. അപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വേഗം അവർ ഏൺ ചെയ്യുന്ന പൈസക്ക് അവർ ചികിത്സിച്ച് മാറിക്കോട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലൊക്കെ ഇദ്ദേഹം പറയും കാണിക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ പോലും ഞാനതൊക്കെ അടക്കി വെച്ചിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഡോക്ടർ എടുക്കുക. വേറെയുള്ള ദിവസം വീട്ടിലിരിക്കുമെങ്കിലും വയ്യാമെങ്കിലും ഹസ്ബൻഡ് ലീവ് എടുത്ത് ഡോക്ടറോടൊക്കെ പോകുമ്പോൾ കൂടെ പോവുക. അത് കഴിഞ്ഞ് അമ്മക്ക് മുട്ടുവേദന, അസ്വസ്ഥതകൾ വന്ന് അമ്മേൻ്റെ കൂടെ ഡോക്ടറോടൊക്കെ പോവുക. അത് കഴിഞ്ഞ് മകൾക്ക് അസുഖം വരുമ്പോൾ ശനിയാഴ്ച ദിവസം ലീവ്, മകൾക്ക് ലീവ് ഉണ്ടാകുമ്പോൾ അവളെ കൊണ്ടുവരും. ഇങ്ങനെ ഫുൾ ടൈം ഡോക്ടർ. എൻ്റെ സമയം മുഴുവൻ പോയത് ആ ഒരു കാര്യത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് എത്ര വേദനയാലും സഹിച്ചിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, ഞാൻ മരിക്കാൻ പോവുകയാണെന്ന്. കാരണം ഞാൻ വിചാരിക്കും വേദന സഹിച്ച് ശരിക്കും മരണമല്ലേ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷനിലെത്തിയ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ അക്യുപഞ്ചറാണ് എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചതെന്ന് പറയും. ഒറ്റ ട്രീറ്റ്മെൻറ്റിലൂടെ, അക്യുപഞ്ചറിൻ്റെ ഒറ്റ ട്രീറ്റ്മെൻറ്റിലൂടെ എൻ്റെ ആ ഒരു വേദന പോയത് എനിക്കിപ്പോഴും അറിയില്ല എങ്ങനെയാണെന്ന്. എനിക്കൊരു അത്ഭുതം പോലെ തോന്നുന്നു.
അതുപോലെ നീഡിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല സ്വതവേ. പക്ഷേങ്കിൽ ഞാൻ എങ്ങനെ അക്യുപഞ്ചർ പഠിച്ചതെന്നും എനിക്ക് ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. കാരണം എനിക്ക് നീഡിലിനെ ഭയങ്കര പേടിയായിരുന്നു. അലോപ്പതിയിൽ തന്നെ ആ ടൈം ഇങ്ങനെ എങ്ങനെയെങ്കിലും സഹിച്ച് ചെയ്യാമെന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ അക്യുപഞ്ചറിൽ പോയപ്പോഴും ചെറിയൊരു നീഡിൽ, അപ്പോൾ അത് ചെയ്യല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ പോലും അതിലൂടെ എൻ്റെ ലൈഫ് മാറി മറിഞ്ഞു. 2022 നവംബർ മാസം എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിങ് പോയിൻ്റായിരുന്നു അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചതിന് ശേഷം. നിങ്ങൾക്കാർക്കെങ്കിലും ഈ മരുന്ന് കുടിച്ചിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു അക്യുപഞ്ചറിസ്റ്റിൻ്റെ അടുക്ക പോയിട്ട് ചികിത്സ സ്വീകരിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് ലൈഫിൽ വരുന്നതെന്ന്. ശരിക്കും ഒരു അമേസിങ് ജേണിയാണ്. ഞാൻ ചികിത്സ സ്വീകരിച്ചെങ്കിൽ ഹസ്ബൻഡിനെ ഒരിക്കലും നിർബന്ധിച്ചിട്ട് ഉണ്ടായിട്ടില്ല. ആ സമയത്തും അദ്ദേഹം ആയുർവേദത്തിൽ പോയിട്ട് തടവുന്നുണ്ടായിരുന്നു, കൈ പൊന്താത്തതിന്. എന്നിട്ടും ഞാൻ അതിന് കൂടെ പോയത് എല്ലാം. പക്ഷേ പിന്നീട് ഒരു വേള അദ്ദേഹം തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ അക്യുപഞ്ചർ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരും ആ ചികിത്സ എനിക്ക് ഞാൻ നവംബറിൽ സ്വീകരിച്ച് ഏപ്രിൽ ആ ടൈമാണ്, 25 ഏപ്രിലാണ് ഹസ്ബൻഡ് അതിലേക്ക് വന്ന് ഹസ്ബൻഡിന് അമേസിങ് റിസൾട്ട് വന്നു. കൈയൊക്കെ പൊന്താൻ തുടങ്ങി. ഹസ്ബൻഡിന് പോലും അതിശയം. പിന്നെ ഹസ്ബൻഡായിരുന്നു ഓരോരോ ആളോടും പറയുന്നത്, അക്യുപഞ്ചർ ചികിത്സ സ്വീകരിക്കും, നിങ്ങളുടെ ലൈഫ് മാറാൻ തുടങ്ങുന്നു. അങ്ങനെ ഹസ്ബൻഡ് ആ ചികിത്സ സ്വീകരിച്ച്, മകൾ സ്വീകരിച്ച്, എൻ്റെ അമ്മേൻ്റെ മുട്ടുവേദന മാറി അതിൽ പോയതിന് ശേഷം. അപ്പോഴാണ് ഞാനിത് പഠിക്കണം. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഈ ചികിത്സയാണല്ലോ. അപ്പം നമ്മൾ സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വിളിച്ച്, നമുക്ക് പഠിക്കുമ്പോൾ അത് അറിയുവാണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനൊരു അക്യുപഞ്ചർ കണ്ണൂരിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതും അക്യൂഷ് അക്കാദമിയിൽ ചേർന്നിട്ട് അക്യുപഞ്ചർ പഠിക്കാൻ തുടങ്ങിയതും. അത് എൻ്റെ ലൈഫിനെ മാറ്റി മറിച്ചു. കാരണം ഞാൻ വീട്ടിൽ നിന്ന് എവിടെയും പോകാത്ത വ്യക്തിയായിരുന്നു. അതിനുശേഷം ആ എക്സാമിന് വേണ്ടിയിട്ടും ക്ലാസ്സിന് വേണ്ടിയിട്ടൊക്കെ യാത്രകൾ ചെയ്യാൻ പഠിച്ചു. വേറെ ജില്ലയിലേക്ക് പോകാൻ തുടങ്ങി. എൻ്റെ ലൈഫ് മാറി മറിഞ്ഞു. ഞാൻ എങ്ങനെയാണോ വീട്ടിൽ തന്നെ ഇരുന്ന് രോഗം എന്ന് വിചാരിച്ച് ഞാൻ മുഴുവനായിട്ട് മാറി. ഇപ്പം മനുഷ്യന്മാരായാൽ അസുഖം വരും, പക്ഷെ ആ ബുദ്ധിമുട്ട് എത്ര വേഗം മാറുന്നുണ്ട് എന്ന് ഈ അക്യുപഞ്ചർ ഇതിലൂടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അത്രയും അമേസിങ് ആണ് അക്യുപഞ്ചർ എന്നുള്ള ആ ഒരു ചികിത്സാ രീതിയിലൂടെ വന്നത്. കാരണം എല്ലാവരും കൂടി അതിലേക്ക് വന്നപ്പോൾ നമുക്ക് ജീവിതത്തിന് തന്നെ ഒരു നല്ലൊരു സമാധാനം സന്തോഷവും തോന്നി. കാരണം ആദ്യം ഞാൻ മാത്രമേ ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ ആ ഇതിലേക്ക് വന്നപ്പോൾ എന്ത് അസുഖം വന്നാലും അത് പോകുന്നൊരു ഇടവേള കാണാൻ വേണ്ടി പറ്റി. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അമ്മ ഒരുപാട് മരുന്ന് കുടിക്കുന്ന വ്യക്തിയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ ടൈമിനെ അമ്മ മരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ നിർബന്ധിച്ചു, അമ്മ ഇങ്ങനെ ഒരു ചികിത്സാ രീതിയുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മേനെ പറഞ്ഞ് ഇതാക്കണ്ട, കാരണം ഒരുപാട് ഗുളിക കുടിക്കുന്നവർ പെട്ടെന്ന് ഇതിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെയാണ് അമ്മ ആ മരുന്നുകളൊക്കെ നിർത്തി ഈ ചികിത്സയിലേക്ക് വരികയും ആ ഒരു നല്ലൊരു അക്യുപഞ്ചർ ആ ജേണിയിലൂടെ തന്നെ പോകുകയും ചെയ്യുന്നത്. എനിക്കത് ഭയങ്കര അമേസിങ് റിസൾട്ടായിട്ട് തോന്നി. അമ്മയുടെ കാര്യമാണ് എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. അത് എനിക്ക് കാരണം എൻ്റെ അമ്മ ഒരു മെഡിസിനും കഴിക്കുന്നുണ്ടായില്ല. അമ്മ എപ്പോഴും ഫാസ്റ്റിംഗ് എടുക്കുന്ന വ്യക്തി ആയതുകൊണ്ടോന്നറിയില്ല, പിന്നെ വെജിറ്റേറിയനാണ് അതുകൊണ്ടോന്നറിയില്ല, എപ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം നോർമലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രയാസവും കാര്യം ഇംഗ്ലീഷ് മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനെ പറയുകയാണെങ്കിൽ, ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുന്ന തൊട്ടേ അതിന് മുന്നേ അമ്മ പല കാര്യത്തിനും മരുന്ന് കുടിച്ചിരുന്നു. ഞാൻ പോകുന്നതിന് മുന്നേ ഗർഭപാത്രം റിമൂവ് ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്കറിയാലോ അതിൻ്റെ ആ ഒരു അസ്വസ്ഥതയും ഒക്കെ അമ്മക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു. ചൂട് കൂടുന്ന അവസ്ഥയും മറ്റും അതിൻ്റെ ആയിട്ട് എല്ലിൻ്റെ ബലക്കുറവും ഒക്കെ അമ്മക്കുണ്ടായിരുന്നു. മുട്ടുവേദനയൊക്കെയാണ്. പക്ഷെ അമ്മ സ്വാഭാവികമായിട്ടും പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഇങ്ങോട്ടും അറിയും. അങ്ങനെ നമ്മൾ സാറിൻ്റെ അടുക്ക പോയിട്ട് ചികിത്സ സ്വീകരിച്ച് അങ്ങനെ ഒരു അക്യുപഞ്ചർ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അമ്മയുടെ ആ ലൈഫ്
അപ്പം അമ്മ ഒരുപാട് യാത്രകൾ പോകുന്നുണ്ട്. അതിനൊക്കെ അമ്മക്ക് സഹായിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു അക്യുപഞ്ചർ ചികിത്സയാണെന്ന് എനിക്കറിയാം. ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അക്യുപഞ്ചർ ചികിത്സ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മരുന്ന് കുടിച്ചിട്ട് എന്നാൽ ബുദ്ധിമുട്ട്, നിങ്ങളുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചു നോക്കൂ. അതിൻ്റെ ഫലം സ്വന്തമായിട്ട് അനുഭവിച്ചു നോക്കൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.